السلام عليكم ورحمة الله. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا
سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ സന്തോഷത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിനെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിച്ചത് ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്. അല്ലാഹു എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യം പ്രവർത്തിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തൊരു കാര്യം അല്ലാഹു ഉദ്ദേശിച്ചാലും അത് അല്ലാഹു നടപ്പിലാക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ ദീനുൽ ഇസ്ലാം അല്ലാഹുവിന്റെ ഉറപ്പാണ്, അല്ലാഹുവിന്റെ വഅദയാണ്. ഇഹത്തിലും പരത്തിലും ദുനിയാവിലും ആഖിറത്തിലും ഈ ദീൻ വിജയിക്കും എന്നുള്ളത്. ദുനിയാവിലെ അന്തിമ വിജയം ദീനുൽ ഇസ്ലാമിനായിരിക്കും. പരലോകത്തും ഈ ദീനിൽ തന്നെയാണ് വിജയമുണ്ടാവുക. ഇത് അല്ലാഹുവിന്റെ ഇച്ഛയാണ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളും വിശ്വാസിനികളും മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ ഇറാദത്ത്, അല്ലാഹുവിന്റെ ഉദ്ദേശം, അല്ലാഹുവിന്റെ ഇഷ്ടം അങ്ങനെയാണ് എങ്കിൽ അതിനെ തടുക്കാൻ ലോകത്തൊരാൾക്കും സാധിക്കുകയില്ല. അതിനെ തിരിച്ചുവിടാൻ ലോകത്തൊരാൾക്കും സാധിക്കുകയില്ല. ഇസ്ലാമിനെ തകർക്കുവാൻ എത്ര പദ്ധതികൾ മനുഷ്യർ ഒരുക്കിയാലും അല്ലാഹുവിന്റെ തീരുമാനം, ഉദ്ദേശം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ ദീൻ വിജയിക്കുക എന്നുള്ളതാണ് എങ്കിൽ ആ പദ്ധതികളെല്ലാം പൊളിഞ്ഞ് പാളിസായി പോകുമെന്നല്ലാതെ അല്ലാഹുവിന്റെ ദീനിനെ തകർക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ തീരുമാനം മാത്രമായിരിക്കും ബാക്കിയാകുന്നത്, അത് മാത്രമായിരിക്കും ലോകത്ത് നിലനിൽക്കുന്നത്. അതിനൊരുപാട് ചരിത്രങ്ങളുണ്ട്. ലോകത്ത് അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ നടക്കൂ, അല്ലാഹു എന്താണോ ഉദ്ദേശിച്ചത് അവരെ നടക്കൂ എന്നതിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതിലൊന്നാണ് നമുക്കറിയുന്ന ബദറിന്റെ ചരിത്രം. 300 ചില്ലാനം മുസ്ലിങ്ങളും 1000 ചില്ലാനം ശത്രുക്കളുമുള്ള ബദർ. ആ ബദർ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലുള്ള അവസ്ഥകളാണ്. ശത്രുക്കളോളം ആയുധബലമില്ല, ആൾബലമില്ല, വാഹനങ്ങളില്ല, സൗകര്യങ്ങളില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനം നിറഞ്ഞുള്ള പ്രാർത്ഥന, അല്ലാഹുവേ ഞങ്ങൾ ചെറുസംഘമാണ്, ഈ ചെറുസംഘത്തെ നീ നശിപ്പിച്ചാൽ നിന്നെ ആരാധിക്കാൻ ഭൂമിലോകത്തിൽ ആളും തന്നെ ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത് ബദറിൽ മുസ്ലിം ഉമ്മത്ത് വിജയിക്കുക എന്നുള്ളതാണ്, വിശ്വാസികൾ വിജയിക്കുക എന്നുള്ളതാണ്. ആ വിജയത്തിന് ആയുധമില്ലാത്തതൊരു കാരണമല്ല, ആൾബലമില്ലാത്തതൊരു കാരണമേ ഇല്ല.
ശത്രുക്കളുടെ പകുതിയോളം എന്ന് പോലും പറയാൻ മുസ്ലിം ഉമ്മത്തിൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ ആളില്ലാത്ത സാഹചര്യത്തിൽ അല്ലാഹുവല്ലാതെ വേറെ ആരാണ് അവരെ സഹായിക്കുക? അല്ലാഹുവല്ലാതെ വേറെ ആരാണ് അവരെ സഹായിക്കാനുള്ളത്? അല്ലാഹുവിന്റെ ഇറാദത്ത് മുസ്ലിം ഉമ്മത്ത് വിജയിക്കുക എന്നതായതുകൊണ്ട് തന്നെ ബദറിൽ മുസ്ലിം ഉമ്മത്ത് വിജയിച്ചു. ചരിത്രം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ ദീനിനെ തടയുവാൻ വേണ്ടി ശത്രുക്കൾ ഒരുപാട് പരിശ്രമിച്ചിട്ടും അവർക്ക് അതിന് സാധിച്ചിട്ടില്ല. ഫത്ഹു മക്ക ചരിത്രം നമുക്കറിയാം. ഇവിടെ നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ്. നമ്മളിൽ പലരും അറിഞ്ഞിട്ടില്ലാത്ത ഗസ്വത്ത് തബൂക്ക്, തബൂക്ക് യുദ്ധം. തബൂക്ക് യുദ്ധം എന്താ? തബൂക്ക് യുദ്ധത്തിന്റെ പ്രത്യേകത, തബൂക്ക് യുദ്ധത്തിന്റെ പ്രത്യേകത എന്നുള്ളത് യുദ്ധം നടന്നിട്ടില്ലാതെ നമ്മൾ യുദ്ധം എന്ന് വിളിക്കുന്ന ഒന്നാണ് തബൂക്ക് യുദ്ധം. യുദ്ധം നടന്നിട്ടില്ല. ഹിജറ 9 മദീനയുടെ വടക്ക് ഭാഗത്തായിട്ട് ഏകദേശം 700 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള തബൂക്ക് റോമൻ സാമ്രാജ്യം അവർ വലിയ സൈന്യത്തെ ഒരുക്കൂട്ടുകയാണ്. എന്തിനു വേണ്ടിയാണ് റോമൻ സാമ്രാജ്യം സൈന്യത്തെ ഒരുക്കുന്നത്? അറബ് പ്രദേശത്തെത്തിയിട്ട് മുസ്ലിം ഭരണത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ സൈന്യത്തെ ഒരുക്കിയപ്പോൾ ശത്രുപക്ഷത്ത് റോമൻ സാമ്രാജ്യവും, എന്നാൽ മുസ്ലിം ഉമ്മത്തിന്റെ കൂടെ നേതൃത്വം നൽകിയത് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. കാരണം എല്ലാം നോക്കുമ്പോൾ ഒരു അനുകൂല സാഹചര്യമില്ല, മുഴുവൻ ഒരു പ്രതികൂല സാഹചര്യമാണ്. ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യം. മാത്രമല്ല, ഒരു റമദാൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കുമാണ് ഈ ഒരു തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള വിളംബരം വരുന്നത്. ശക്തമായ ചൂടാണ്. കുടിക്കാനുള്ള വെള്ളത്തിന്റെ കുറവ് വളരെ കൂടുതലാണ്. അഥവാ ഒട്ടകങ്ങൾക്കും മനുഷ്യർക്കും കുടിക്കാൻ വെള്ളമില്ല. ഭക്ഷണത്തിന്റെ ഒരു കുറവ് വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് ഈ തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള വിളംബരം വരുന്നത്. എന്നിട്ട് മുസ്ലിങ്ങൾ ഈ രൂപത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നിട്ടും ഈ പ്രതികൂല സാഹചര്യത്തിലും മുസ്ലിം ഉമ്മത്ത് ഇറങ്ങി തബൂക്കിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. എന്തുകൊണ്ടാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത്? ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിളിയുണ്ട്, തജഹ്ഹസൂ ലിതബൂക്ക്. പ്രവാചകന്റെ വിളംബരമാണ്, തജഹ്ഹസൂ ലിതബൂക്ക്. നിങ്ങൾ തബൂക്കിലേക്ക് യാത്ര പുറപ്പെടണം, തബൂക്കിലേക്ക് നിങ്ങൾ വരണം, നിങ്ങൾ പുറപ്പെടണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോൾ പിന്നെ സഹാബികൾക്ക് മറുപുറമൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ദീന മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആവശ്യം. ബദർ നടന്നിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഉഹദ് നടന്നിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? വിശ്വാസികളെ മുഴുവൻ കൊന്നെടുക്കുന്ന സാഹചര്യമായിരിക്കും. അല്ലാഹുവിന്റെ ദീൻ മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ യുദ്ധങ്ങളിലും ഇവർ പങ്കെടുത്തത്. തബൂക്കിലേക്ക് തജഹ്ഹസൂ ലിതബൂക്ക്. നിങ്ങൾ തബൂക്കിലേക്ക് പുറപ്പെടണം. നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി, ഇസ്ലാമിക ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളെ ഒരുക്കി നിർത്തിയിട്ടില്ല. റോമൻ സാമ്രാജ്യം വരുന്നുണ്ട് എന്ന് പ്രവാചകൻ പിന്നെ വിവരമറിഞ്ഞ് സ്വഹാബികൾ ഒരുക്കിയപ്പോൾ എന്തൊക്കെ കഷ്ടം അവർ അനുഭവിച്ചാലും അതെല്ലാം അവർ സഹിച്ചുകൊണ്ട് അവർ തബൂക്കിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. തന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം അവർ ചെയ്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായിരുന്നു. തന്റെ സമ്പത്തിന്റെ പകുതി ആ ഒരു തബൂക്കിന് വേണ്ടി കൊടുത്തുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി കൊടുക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ര തന്നെ സമ്പത്തില്ലാത്തൊരു സഹാബിയായിരുന്നു. എന്നിട്ട് പോലും തന്റെ സമ്പത്ത് മുഴുവൻ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതി കൊടുത്തപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ മുഴുവനും കൊടുത്തുകൊണ്ട് തബൂക്കിലേക്ക് പുറപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നിനക്ക് ബാക്കിയുള്ളത്? നിന്റെ സമ്പത്തിന്റെ മുഴുവൻ നീ കൊടുത്താൽ നിനക്ക് എന്താണ് നിനക്ക് ബാക്കിയുള്ളത്? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് അല്ലാഹു ഉണ്ട്, താങ്കളുണ്ട്, അല്ലാഹു ഉണ്ട്, അല്ലാഹുവിന്റെ റസൂലുണ്ട്.
അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് തബൂക്കിലേക്ക് ഇറങ്ങി പുറപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ 300 ഒട്ടകങ്ങളെയും ദാനം ചെയ്ത് തബൂക്കിലേക്ക് ഇറങ്ങി പുറപ്പെട്ട മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലേ, ഇങ്ങനെ എന്തെല്ലാം തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയെല്ലാം സഹായങ്ങൾ നൽകിയിട്ട് തബൂക്കിലേക്ക് മുസ്ലിം ഉമ്മത്ത് ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ക്ലൈമാക്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതിന്റെ അവസാനം എന്താ? യുദ്ധം നടന്നിട്ടില്ല. തബൂക്ക് യുദ്ധം എന്ന് നമ്മൾ പേര് പറയും, പക്ഷെ യുദ്ധം നടന്നിട്ടില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ വിശ്വാസികൾ പുറപ്പെട്ടിട്ടുണ്ട്. അവർക്ക് തന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ട് അവരുടെ ഹൃദയം നിറയെ ഈമാനിൽ അവർ നിറച്ചുകൊണ്ട് അവർ തബൂക്കിലേക്ക് വരുന്നുണ്ട് എന്ന് റോമൻ സൈന്യം അറിഞ്ഞപ്പോൾ അവർ പിൻവലിഞ്ഞു. അവരുടെ ധൈര്യം ഇല്ലാതായി, അവരുടെ ശക്തി കുറഞ്ഞുപോയി. അവർ റോമൻ സാമ്രാജ്യം, അവർ സൈന്യം അവർ യുദ്ധക്കളത്തിലേക്ക് വന്നില്ല, തബൂക്കിലേക്ക് വന്നില്ല. പ്രവാചകനും സഹാബത്തും 20 ദിവസത്തോളം അവിടെ കാത്തിരുന്നിട്ട് അവർ തിരിച്ചുപോയി എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെ? ഇവിടെ നമുക്ക് ഏറ്റവും വലിയ പാഠം കൂട്ടരെ, ഈ തബൂക്ക് നമുക്ക് നൽകുന്ന വലിയ പാഠം, അല്ലാഹുവിനെ സഹായിക്കാൻ നമ്മൾ തയ്യാറായാൽ, അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറായാൽ, അല്ലാഹുവിന്റെ വഹദാനിയത്ത് മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറായാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ വേറൊരാളുമില്ല എന്ന ആ തൗഹീദ് അത് നെഞ്ചിലേറ്റാൻ, ആ തൗഹീദിനു വേണ്ടി ജീവിക്കാൻ, ആ ആദർശത്തിനു വേണ്ടി മരിക്കാൻ ആര് തയ്യാറാകുന്നുവോ അവനെ തീർച്ചയായിട്ടും അല്ലാഹു സഹായിക്കും എന്നതിന്റെ പാഠമാണ് ബദറും, അതുപോലെ തന്നെ ഫത്ഹു മക്കയും, അതുപോലെ തന്നെ തബൂക്കും മറ്റുള്ള യുദ്ധങ്ങളും എല്ലാം നമുക്ക് നൽകിയ പാഠങ്ങൾ എന്ന തിരിച്ചറിവ് നമുക്കെല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. ഖുർആൻ സൂറത്ത് മുഹമ്മദിലൂടെ പഠിപ്പിച്ച ചില വചനങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ അല്ലാഹു വിളിക്കുകയാണ്. മുഅ്മിനീങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, മനസ്സിലാക്കണം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖദാമക്കും വല്ലദീന കഫറൂ ഫതഅസൽ ലഹും വഅദല്ല അഅമാലഹും ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم دمر الله عليهم وللكافرين أمثالها ذلك بأن الله مولى الذين آمنوا وأن الكافرين لا مولى لهم وأن الكافرين لا مولى لهم. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ സഹായകനാണ്. അവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ വിജയം ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയില്ല. അത് ദുനിയാവിലാണ് എങ്കിലും അത് പരലോകത്തിലാണ് എങ്കിലും അന്തിമ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശ്വാസികൾക്ക് കൊടുക്കൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സഹായിക്കുന്നവനാണ്. നിങ്ങൾ ചുറ്റിക്കറങ്ങണം, ഭൂമിലോകം നിങ്ങൾ ചുറ്റിക്കറങ്ങണം, അല്ലാഹുവിന്റെ ചോദ്യമാണ്. അഫലം യസീറു ഫിൽ അർദ് ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അല്ലാഹുവിനെ നിഷേധിച്ചവർ, അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവർ, അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചവർ, ഇസ്ലാമിനെ പിന്നെ ചീത്ത വിളിച്ചവർ, തെറി വിളിച്ചവർ, ആക്ഷേപിച്ചവർ, ഇത്തരത്തിലുള്ള ആളുകൾ അവരെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചിട്ടുള്ള നാടുകൾ നിങ്ങൾ പോയി കാണണം. ദമ്മറല്ലാഹു അലൈഹിം ദമ്മറല്ലാഹു അലൈഹിം വലിൽ കാഫിരീന അംസാലുഹാ, സകലതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു. സകലതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെയും തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലൂടെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഒരിക്കലും അല്ലാഹുവിന്റെ സഹായം ദുനിയാവിൽ അവർക്ക് ഉണ്ടാവുകയില്ല, പരലോകത്തിൽ ഏതായാലും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് അല്ലാഹു വിശ്വാസികൾക്ക് നൽകുന്ന അല്ലാഹുവിന്റെ ഉറപ്പാണ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. പരലോകത്ത് അവരുടെ കർമ്മങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കണം, അഥവാ അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒരുത്തരെയും നിങ്ങൾ പേടിക്കേണ്ടി വരികയില്ല. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ മുറുകെ പിടിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണ് എങ്കിൽ വയുസബ്ബിത് അഖദാമക്കും,
നിങ്ങളുടെ കാൽപാദങ്ങളുണ്ടല്ലോ അതൊരിക്കലും നിറയ്ക്കുകയില്ല, നിങ്ങളുടെ കാലടികൾ ഒരിക്കലും നിറയ്ക്കുകയില്ല. അത് തീർച്ചയായിട്ടും അല്ലാഹു മണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമുക്ക് ഉറപ്പ് നൽകുന്നു. അപ്പൊ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഇത്തരം ചരിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടേണ്ട വലിയ പാഠം. തബൂക്ക് യുദ്ധവും മറ്റുമൊക്കെ നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠം ഇത് തന്നെയാണ്. ആയുധമോ യുദ്ധമോ ഒന്നുമില്ലാതെ തന്നെ മുസ്ലിം ഉമ്മത്തിന് വിജയം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് അവരുടെ തീർച്ചയായിട്ടും ഈമാനിന്റെ പവറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് മുസ്ലിങ്ങൾ വല്ലാത്ത പേടിയിലാണ് അല്ലെ. ഒരുപാട് നിരോധങ്ങൾ അത് പാടില്ല, ഇത് പാടില്ല, തട്ടം ധരിക്കാൻ പാടില്ല, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ അല്ലെ ഒരുപാട് അവർ നിസ്കരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് നിരോധങ്ങൾ ഇസ്ലാമിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രചരണങ്ങൾ, ഇസ്ലാമിന് നേരെ വിമർശനങ്ങൾ ആളുകൾ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള മതമായി ദീനുൽ ഇസ്ലാം എന്ന് മാറി. അതുപോലെ തന്നെ ഒരുപാട് ഈ രൂപത്തിലുള്ള ഇസ്ലാം ഇന്ന് ഏറെ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്ലാം നിലയില്ലാതാക്കാൻ ലോകത്തൊരാൾക്കും സാധിക്കുകയില്ല. അതാണ് ഈ ലോകത്ത് കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. പാശ്ചാത്യ രാജ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പാശ്ചാത്യ രാജ്യങ്ങളുടെ ചരിത്രങ്ങൾ പഠിക്കുകയും അമേരിക്ക പോലെയുള്ള, കാനഡ പോലെയുള്ള, യൂറോപ്പ് പോലെയുള്ള, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ, അവിടൊക്കെ ഇസ്ലാം എന്താണ് സംഭവിച്ചത്? ഇസ്ലാമിക ഭീകരവാദികൾ എന്ന് വിളിച്ചവരല്ലേ അവർ? ഇസ്ലാം തീവ്രവാദമാണ് എന്ന് പറഞ്ഞവരല്ലേ പാശ്ചാത്യ രാജ്യങ്ങൾ? മാധ്യമങ്ങളിലൂടെ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റായ ചിത്രീകരണം നൽകി ഇസ്ലാമിനെ വിമർശിച്ചിട്ടില്ല അവർ. അതുപോലെ തന്നെ നമുക്കറിയാം, താടി വെച്ചവരെ, ദരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചവരെ ഈ രൂപത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ സംശയാസ്പദമായിട്ട് നോക്കിക്കണ്ടവർ കഴിഞ്ഞുപോയിട്ടില്ലേ? അതുപോലെ തന്നെ ഹിജാബ് നിരോധനം ഇത് കേരളത്തില് ആദ്യമായിട്ടുണ്ടായത്. നമ്മുടെ മക്കള് സ്കൂളിലേക്ക് വരുമ്പോൾ, കോളേജിലേക്ക് വരുമ്പോൾ അവർ തട്ടം ധരിക്കരുത്, ഹിജാബ് നിരോധിക്കണം. ഇത് കേരളത്തിലല്ല ആദ്യമായിട്ടുണ്ടായത്, ഇന്ത്യ രാജ്യത്തല്ല ആദ്യമുണ്ടായത്. ഇതൊക്കെ ഫ്രാൻസിലൊക്കെ എന്തോ കഴിഞ്ഞുപോയതാ. ഇസ്ലാമിന് നേരെയുള്ള ഈ രൂപത്തിലുള്ള വിമർശനങ്ങൾ, പള്ളികൾ, എത്ര ആയിരക്കണക്കിന് പള്ളികളാണ് അല്ലാഹുവിന്റെ മുമ്പിൽ റുക്കൂ ചെയ്യാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, ഇബാദത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട 1000 പള്ളികൾ ഈ രൂപത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ തകർക്കപ്പെട്ടിട്ടില്ലേ? എന്താ അവിടൊക്കെ സംഭവിച്ചത്? നമ്മളൊന്ന് ഒരു പഠനത്തിന് വിധേയമാക്കി കൂട്ടരെ. ഇവിടെ ഒന്നും ഇസ്ലാം നശിക്കുകയുണ്ടായിട്ടില്ല, ഇവിടെ ഒന്നും ഇസ്ലാം തകരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ പാശ്ചാത്യ ഗവേഷണങ്ങളുടെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ നമ്മൾ ഒന്ന് വായിച്ചു നോക്കിയാൽ, നമ്മളൊരു പഠനത്തിന് വിധേയമാക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും നമ്മളെല്ലാം. PW റിസർച്ച് എന്താ പറഞ്ഞത്? ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജിയൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വളർച്ചയുള്ള മതം, ലോകത്തിലെ ഏറ്റവും വളർച്ചയുള്ള മതം അത് ദീനുൽ ഇസ്ലാമാണ് എന്ന് ഇവരുടെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടില്ലേ? BBC പോലെയുള്ള റിപ്പോർട്ടുകൾ ഒക്കെ നമ്മൾ വായിച്ചു നോക്കുക. ഖുർആനിന്റെ പവറാണ്, ഖുർആനിന്റെ പവറാണ്, പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹുവിന്റെ കലാം നമ്മളൊക്കെ നിസ്സാരമായിട്ട് കാണാറില്ലേ? നമ്മൾ ഓതിയിട്ട് എത്ര കാലമായി, അതിന്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് എത്ര കാലമായി കൂട്ടരെ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നു. പക്ഷേ ഇത് ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 1400-500 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മിയായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇഖ്റ യാ മുഹമ്മദ്, മുഹമ്മദേ നീ വായിക്കൂ എന്ന് പറയുമ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല, വായിക്കാൻ അറിയാത്ത, എഴുതാൻ അറിയാത്ത ഹബീബിന്റെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്തു? അല്പാൽപമായി ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നേരിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ ഇറക്കി കൊടുത്തു. ആ പ്രവാചകൻ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങൾ, സൂര്യനെ കുറിച്ച് സംസാരിച്ചു, ചന്ദ്രനെ കുറിച്ച് സംസാരിച്ചു, ആകാശത്തെ കുറിച്ച് സംസാരിച്ചു, ഭൂമിയെ കുറിച്ച് സംസാരിച്ചു, ആഴക്കടലിനെ കുറിച്ച് സംസാരിച്ചു. അതുപോലെ പല കാര്യങ്ങളെ കുറിച്ചും ഈ ഖുർആൻ ഓതിയിട്ട് പ്രവാചകൻ സംസാരിക്കുമ്പോ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് എത്ര സുന്ദരമായിട്ടാണ് സൂറത്ത് ഹജ്ജിലൂടെ, സൂറത്ത് മുഅ്മിനിലൂടെ എല്ലാം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കാലം പുരോഗമിച്ച് ശാസ്ത്രം വളർന്ന് പുതിയ സംവിധാനങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഒരു ടെലസ്കോപ്പ് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വളരെ സുന്ദരമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് ഓതി തരുമ്പോ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ഖുർആൻ ഇന്ന സ്ഥലത്ത് പറഞ്ഞെടുത്ത് അബദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് വരെ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല എങ്കിൽ ഇത് മനുഷ്യന്റെ വാക്കല്ല, ഇത് മനുഷ്യന്റെ നിർമ്മിതിയല്ല, ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതല്ല. ഇത് അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ എന്തിനു വേണ്ടിയാ? ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക്, ഏറ്റവും നേരായ വഴിയിലേക്ക്, നല്ല സ്വഭാവത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ അല്ലാഹു ഇറക്കി തന്ന ഗ്രന്ഥമാണ്. ഞാൻ പറഞ്ഞല്ലോ, പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം അമേരിക്ക പോലെയുള്ള, കാനഡ പോലെയുള്ള, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കണം. മുഴുവൻ ആളുകളും ഭൂരിഭാഗവും മദ്യപാനികളായിരുന്നു, ലഹരികൾ ഉപയോഗിച്ചെടുക്കുന്നവരായിരുന്നു. മനുഷ്യന്റെ ബുദ്ധികളെ മരവിപ്പിച്ച് കളയുന്ന, മനുഷ്യന്റെ ഓർമ്മകളെ ഇല്ലാതാക്കുന്ന, ചിന്തകളെ നശിപ്പിച്ച് കളയുന്ന ഈ രൂപത്തിലുള്ള ലഹരികൾ ഉപയോഗിച്ചിട്ട് അവരുടെ കുടുംബത്തിൽ സമാധാനമില്ല, അവരുടെ കുടുംബത്തിൽ ഒരു സന്തോഷവുമില്ല. അവർ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് നമുക്കിടയിൽ സന്തോഷം വരാനുള്ള മാർഗം, എന്താണ് നമുക്കിടയിൽ ഒരു സമാധാനം കിട്ടാനുള്ള മാർഗം? അവർ ഖുർആൻ പഠിക്കുന്നു, ഖുർആൻ അവർ ഓതുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നല്ല സ്വഭാവത്തിലെ മനുഷ്യനെ നയിക്കുന്ന ഗ്രന്ഥം ഈ ഖുർആൻ അല്ലാതെ വേറൊന്നുമില്ല എന്നവർ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വരികയാണ്, ഇസ്ലാമിലേക്ക് അവർ ഒഴുകുകയാണ്. അല്ലെ, ഈ രൂപത്തിൽ ഇസ്ലാമിനെ വിമർശിച്ചിരുന്ന ആളുകളുടെ നാടുകൾ നമ്മൾ പരിശോധിച്ചാൽ, ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് ഹിജാബ് നിരോധം വന്നിട്ടുള്ളത് ഫ്രാൻസിലാണ്. അത്രയും നേരെ വെറുപ്പായിരുന്നു ഫ്രാൻസിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിനോട്, അത്രയും നേരെ വെറുപ്പ്. ആ ഫ്രാൻസിൽ നിന്ന് നമ്മൾ പരിശോധിച്ചാൽ ഓരോ ദിവസവും 70-100 ഇതിന്റെ ഇടയിൽ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലും അതുപോലെ തന്നെ, ജർമ്മനി. കഴിഞ്ഞ 10 വർഷം നമ്മൾ പരിശോധിച്ചാൽ, കഴിഞ്ഞു പോയ 10 വർഷം നമ്മൾ പരിശോധിച്ചാൽ 1 ലക്ഷം ആളുകളാണ് ഖുർആൻ പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ബ്രിട്ടന്റെ ചരിത്രം ഇസ്ലാമിനെ വിമർശിച്ച് നടന്നിരുന്ന ഈ നാട് ഓരോ വർഷത്തിലും 5000-7000 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്ത് പഠിപ്പിച്ച ഒരു ഉറപ്പുണ്ട്, ഒരു വാഴയുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ ചില്ലിട്ട് സൂക്ഷിക്കണം. എന്താണ് അല്ലാഹുവിന്റെ ആ ഉറപ്പ്? യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ ദീനിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചില ആളുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ നാവ് കൊണ്ട്, തന്റെ കരങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ ഊതിക്കിടത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. ആര് വിചാരിച്ചിട്ടും കാര്യമില്ല, അല്ലാഹുവിന്റെ ദീനിനെ ഇല്ലാതാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അത്തരം ഇസ്ലാമിനോട് ദേഷ്യവും വെറുപ്പുമുള്ള ആളുകൾ ഒരു കാര്യം ചെയ്തു കൊള്ളട്ടെ. മൻ കാന യദുന്നു അല്ലൻ യൻസുറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ ഫൽയംദുദ് ബിസബബിൻ ഇലസ്സമാ. അല്ലാഹുവിന്റെ ദീൻ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരോട്, ആ ദീനിനോട് വെറുപ്പ് വെക്കുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിന്റെ വീടിന്റെ മുകളിൽ, നിന്റെ വീടിന്റെ മേൽക്കൂരയിൽ ഒരു കയറ് കെട്ടിയിട്ട് അതിൽ തൂങ്ങിച്ചാവടോ, അതിൽ പോയി തൂങ്ങിച്ചാവടോ. സൂറത്ത് ഹജ്ജിലൂടെ 15-ാമത്തെ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ദീനിനോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടോ, നീ പോയി തൂങ്ങിച്ചാവും. അതല്ലെങ്കിൽ ആകാശത്ത് പോയിട്ട് ആകാശത്ത് ആ കയറിട്ടിട്ട് കയറിലൂടെ ആകാശത്തിലേക്ക് കയറിപ്പോയിട്ട് ആകാശത്തിന്റെ കവാടങ്ങൾ നീ അടച്ചുകളാ. അല്ലെ, അങ്ങനെയെങ്കിലും അല്ലാഹുവിന്റെ സഹായം ഈ ദീനിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരാതിരിക്കാൻ ആകാശത്തിന്റെ കവാടം പോയിട്ട് നീ അടക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹസിക്കാണ്. നീ തൂങ്ങിച്ചത്താലും വേണ്ടില്ല, നീ വെറുപ്പ് വെച്ചാലും വേണ്ടില്ല, ആകാശത്തിന്റെ കവാടം പോയിട്ട് നീ അടച്ചാലും വേണ്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെയും അല്ലാഹു സഹായിക്കും.
ദുനിയാവിൽ അന്തിമ വിജയം അവർക്കായിരിക്കും. ഫലസ്തീനിന്റെ മക്കൾ ഇന്ന് എത്ര പീഡനങ്ങൾക്ക് വിധേയമായാലും ഈ ജൂതൻ നശിപ്പിക്കപ്പെടുന്ന കാഴ്ച ലോകം കാണും, ലോകം സാക്ഷിയാകും. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളോട് ആര് ഉറപ്പ് വെച്ചാലും, ആര് പക വെച്ചാലും, ആര് വ്യത്യാസം വെച്ചാലും ഇല്ല. അള്ളാഹുവിന്റെ ദീനിനെ ഊതിക്കടത്താൻ ആര് പരിശ്രമിച്ചാലും ഇല്ല. അള്ളാഹുവിന്റെ സഹായം ഈ ദീനിനുണ്ടാകും. അള്ളാഹുവിന്റെ സഹായം മുസ്ലിങ്ങൾക്ക് ഉണ്ടാകും, മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകും. ആ ഒരു പ്രതീക്ഷയോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് എത്ര വിമർശനങ്ങൾ നമുക്ക് നേരെ വന്നാലും എവിടെയും നമ്മൾ പതറേണ്ടതില്ല, എവിടെയും നമ്മൾ പകക്കേണ്ടതില്ല. അല്ലാഹു ഉണ്ട് എന്ന ആ ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ പ്രവാചകന്മാർ, അമ്പിയാക്കന്മാർ ലോകത്ത് വിളംബരം ചെയ്ത ആ പ്രഖ്യാപനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ദുനിയാവിലും പരലോകത്തിലും വിജയം നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين حمدا كثيرا طيبا لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. വിശ്വാസികളെയും വിശ്വാസിനികളെയും ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മളെല്ലാം ആ രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കിയത് ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിലും വിശ്വാസികൾക്കും വിജയം വരുമെന്നുള്ളത് അല്ലാഹുവിന്റെ ഇറാദത്താണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്, ഉദ്ദേശമാണ്, അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. അതേ ലോകത്ത് നടക്കൂ. ഇന്ന് എന്തൊക്കെ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതിനേക്കാളൊക്കെ പലതും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് സഹായം കൊടുത്തതുപോലെ അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ ആ വിജയം നമുക്കും ഉണ്ടാകും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ചിലപ്പോ ശക്തന്മാരായ ശത്രുക്കൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ട് ദീനിനെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ഞാൻ ചരിത്രം പറയേണ്ടതില്ല, ഒരു ചരിത്രം നമ്മൾ കേൾക്കണം. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം കാഫിറായിരുന്നു. കാന ഫിൽ ബിദായത്തിൽ മുആദിയ ലിൽ ഇസ്ലാം. അങ്ങേയറ്റത്തെ ശത്രുത ഇസ്ലാമിനോട് വെച്ച് പുലർത്തി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഖാലിദ് ബിൻ വലീദ്. ثم فكر في حاله وعقد أن الحق مع محمد صلى الله عليه وسلم. ആദ്യ കാലഘട്ടങ്ങളിൽ നടന്ന ബദർ, ഉഹദ് നമുക്കറിയാം. പിന്നെ ഒരുപാട് പ്രതിസന്ധികൾ മുസ്ലിം ഉമ്മത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഉഹദില്. പിന്നെ പിന്നിലൂടെ ശത്രുക്കൾ വന്നിട്ട് പിന്നെ മുസ്ലിങ്ങൾ ആക്രമിച്ച് പ്രവാചകന്റെ മുൻപല്ല് പൊട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന വാർത്ത വരെ പ്രചരിച്ച ഒരു യുദ്ധമാണ്. ഒരുപാട് നഷ്ടങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അടിയിലൊന്ന് സംഭവിച്ചാലും മലമുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, 50 അമ്പെഴുത്തുകാർ പ്രവാചകൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇറങ്ങി വരാൻ പാടില്ല. ആ പ്രവാചകനോടുള്ള അനുസരണക്കേടിന് അല്ലാഹു കൊടുത്ത ശിക്ഷയാണ് ആദ്യത്തെ ഒരു പരീക്ഷണം ഉഹദിലുണ്ടായത്. പക്ഷേ അന്തിമം ആ ഉഹദിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നിലൂടെ വന്ന് ആക്രമിച്ചു. ആ തന്ത്രം പറഞ്ഞു കൊടുത്ത ആളാണ് ആര്? ഖാലിദ് ബിൻ വലീദ്. ഖാലിദ് ബിൻ വലീദ് കുറച്ചു കഴിഞ്ഞപ്പോൾ ചിന്തിക്കുക. മുഹമ്മദും കൂട്ടരാകെ കുറച്ച് ആൾക്കാരുള്ളൂ. മുഹമ്മദും കൂട്ടരുടെ അടുക്കൽ ഒരു ആയുധമില്ല, മുഹമ്മദും കൂട്ടരുടെ അടുക്കൽ ഒരു വാഹനമില്ല, ഒന്നുമില്ല, സൗകര്യങ്ങളൊന്നുമില്ല. സകല യുദ്ധത്തിലും മുഹമ്മദും പിന്നെ സഹാബത്തും വിജയിക്കുന്നു, മുഹമ്മദിന്റെ അനുയായികളും വിജയിക്കുന്നു. ചിന്തിക്കാണ് ആര്? ഖാലിദ് ബിൻ വലീദ് ചിന്തിക്കാണ്. അപ്പൊ മനസ്സിലായി, തീർച്ചയായിട്ടും സത്യമുള്ളത്, ഹക്കുള്ളത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഫജാ ഇലൽ മദീനത, മദീനത്തെ മുസ്ലിമ, മദീനയിലേക്ക് വന്നിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു.
وقال أشهد أن لا إله إلا الله وأنك رسول الله. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഫറഹബ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ഖാലിദിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം, ഒരു പദവി കൊടുത്തു, ഒരു കാര്യം പുകഴ്ത്തി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അൻത സൈഫുൻ മിൻ സുയൂഫില്ലാഹ്. അൻത സൈഫുൻ, ഖാലിദേ, നീ നിസാര മനുഷ്യനല്ല, നീ അൻത സൈഫ്, നീ വാള. ആരുടെ വാള്? മിൻ സുയൂഫില്ലാഹ്, അല്ലാഹുവിന്റെ വാളുകളിൽ ഒരു വാളാണ്. സുയൂഫുല്ലാഹ്, സൈഫുല്ലാഹ്, അല്ലാഹുവിന്റെ വാൾ എന്ന ആ ഒരു പദവി പേര് കിട്ടിയ, പിന്നെ അല്ലാഹുവിന്റെ മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു ഇഷ്ടനാമമാണത്. ആ രൂപത്തിൽ പേര് കിട്ടിയ ഒരു മഹാനാണ് ഖാലിദ് ബിൻ വലീദ്. സൈഫുല്ലാഹ് എന്ന പേര് കിട്ടിയ ഒരു പിന്നെ സഹാബിയാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഅത്ത യുദ്ധം, അതുപോലെ തന്നെ നമുക്ക് ഫത്ഹ് മക്കയിൽ പിന്നെ നേതൃത്വം കൊടുത്തത്, ഫത്ഹ് മക്കയ്ക്ക് നേതൃത്വം കൊടുത്തത് ഖാലിദ് ബിൻ വലീദ് ആയിരുന്നു. ഹുനൈനിൽ നേതൃത്വം കൊടുത്തത് ഖാലിദ് ബിൻ വലീദ് ആയിരുന്നു. യർമൂക്കിൽ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? പിന്നെ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഒരുപാട് യുദ്ധങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കുറിച്ച് പിന്നെ പിൽക്കാലത്ത് ആൾക്കാർ പറഞ്ഞു, മാഫി ജസദി മൗദിഉൻ ഇല്ലാ വഫീഹി ദർബ. ഒരു വിരൽ പോലും വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ആ വിരൽ പോലും വെക്കാൻ സ്ഥലമില്ല. സകല സ്ഥലങ്ങളിൽ മുറിവുകളാണ്. അത്രയേറെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ثم അമൂതു അലാ ഫിറാശി. മരിച്ചത് എവിടെയാ? തന്റെ വീട്ടില് തന്റെ വിരിപ്പിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്തു? മരിച്ചു. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിന്റെ സഹായം. ഉഹദിൽ ആദ്യം കുറച്ച് വിഷമങ്ങൾ ഉണ്ടായി, പിന്നിൽ നിന്ന് വന്നാക്രമിച്ചത് ഈ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ബുദ്ധിയാണ്. അന്ന് ജാഹിലിയത്തിലെ ആ ഖാലിദ് ബിൻ വലീദിനെ അല്ലാഹു ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ തന്ത്രം അവിടെയാണ്, അല്ലാഹുവിന്റെ തന്ത്രം അവിടെയാണ്. മുഅ്മിനാക്കി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരുപാട് യുദ്ധം ചെയ്ത് തന്റെ വീട്ടിൽ തന്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചു റാഹത്തായിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ആ യുദ്ധങ്ങളിലൊക്കെ വിജയം കൈവരിച്ച് ഇസ്ലാം അതിന്റെ കൊടി പാറിപ്പിച്ച് ഇസ്ലാം മുന്നോട്ട് പോയി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ തകർക്കാൻ ആരെങ്കിലും പിന്നെ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു പറഞ്ഞ പോലെ പോയി തൂങ്ങിച്ചാവട്ടെ, പോയി തൂങ്ങിച്ചാകല്ലാതെ അതിന് വേറെ മാർഗമില്ല. ഒരാൾക്കും അല്ലാഹുവിന്റെ ദീനിനെ തകർക്കാൻ ലോകത്ത് ഒരാൾക്കും സാധിക്കുകയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാൻ അത് പെർഫെക്റ്റ് ആണോ, നമ്മുടെ ഈമാൻ അത് പവർ ഉള്ളതാണോ, അല്ലാഹുവിൽ കുഫ്ർ ചെയ്യാതെ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാതെ നമ്മുടെ ജീവിത പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹ് ഹസ്ബി അല്ലാഹ്, എനിക്ക് എൻ്റെ അല്ലാഹ് മതി എന്ന് പറയാൻ കൽപ്പുള്ളവരാണോ നമ്മൾ? അല്ലാഹു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അല്ലാഹു എന്തെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലാഹു എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനാണോ എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് വിലയിരുത്തണം. എങ്കിലേ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവൂ. ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും, ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും. അല്ലാഹു നിന്നെ സഹായിച്ചാൽ നീ ഒരുത്തരെയും പേടിക്കണ്ട, അല്ലാഹു നിന്നെ സഹായിക്കും. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين ودمر أعداءك أعداء الدين. اللهم انصر إخوان المسلمين في كل مكان. اللهم انصر إخوان المسلمين في فلسطين. اللهم ارحمهم، اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. ربنا تقبل منا من صلاتنا وصيامنا وقيامنا وكل من أعمال صالحاتنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.
الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله. صفقة ശരിയാക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. قل يا أيها الذين هادوا إن زعمتم أنكم أولياء لله من دون الناس فتمنوا الموت إن كنتم صادقين ولا يتمنونه أبدا بما قدمت أيديهم والله عليم بالظالمين. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. قل إن الموت الذي تفرون منه فإنه ملاقيكم
يعطيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. الله أكبر. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمة الله.